നമ്മൾ കുറേ നാളുകളായി കുറേ ഗ്രാമർ പഠിച്ചു. കുറേ ഇംഗ്ലീഷ് സെന്റൻസ്, മലയാളം സെന്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നോ, ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ വളരെ സ്ലോ ആയിട്ട് ഓരോ വാക്കുകളും പെറുക്കി വെച്ചെന്നതുപോലെ നിങ്ങളോട് പറയും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകണമല്ലോ, മനസ്സിലായാലല്ലേ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറയണ ഈ പെറുക്കി വെച്ച് പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എങ്കിലേ നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് സംസാരത്തെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഗ്രാജുവലി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടുഡേ I'll tell you a few things. Today I'll tell you a few things. Make sure you understand it. Today I'll എന്നാണ് ഞാൻ പറഞ്ഞത്. ടുഡേ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വിൽ ടെൽ യു എന്നാണ്. ടുഡേ ഐ ടെൽ യു എ ഫ്യൂ തിങ്സ്. എ ഫ്യൂ തിങ്സ് കുറച്ച് കാര്യങ്ങൾ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വിൽ ടെൽ യു ഫ്യൂ തിങ്സ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. മേക്ക് ഷുവർ ഉറപ്പുവരുത്തുക. യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പൊ നിങ്ങൾ അതേപോലെ ഒന്ന് പറഞ്ഞേ. ടുഡേ ഐ ടെൽ യു എ ഫ്യൂ തിങ്സ്. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇച്ചിരി ഒന്ന് സ്പീഡ് കൂട്ടി പറഞ്ഞേ. ടുഡേ ഐ ടെൽ യു ഫ്യൂ തിങ്സ്. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ ഉറപ്പ് വരുത്തുക അത് മനസ്സിലാകുന്നുണ്ടെന്ന്. അപ്പൊ എന്ത് തോന്നി? ഇപ്പൊ കുറച്ച് മനസ്സിലായല്ലോ. അടുത്ത കാര്യം, ഇഫ് യു want to speak in English, I'll tell you one or two easy ways to learn. Clear ayo? In fact, there are no easy ways to learn English or any other language. In fact, ഇൻഫാക്ട് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഇൻഫാക്ട് എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ. ഇൻഫാക്ട് ദർ ആർ നോ ഈസി വേസ്. ദർ ആർ, നമ്മൾ ദെയർ ആർ എന്ന് പറയണ്ട. ദർ ആർ നോ ഈസി വേസ് ടു ലേൺ ഇംഗ്ലീഷ് ഓർ എനി അതർ ലാംഗ്വേജ്. ആർ നോ ഈസി വേ. ഈസി വേ ഒന്നുമില്ല. ഇംഗ്ലീഷ് എന്നല്ല, ഓർ എനി അതർ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും പഠിക്കാൻ ഈസി വേ ഒന്നുമില്ല. ബട്ട് ഐ വിൽ ടെൽ യു 2 or 3 easy ways. I'll tell you 2 or 3 easy ways. പക്ഷെ ഞാൻ പറയാം 1, 2, 3 ഈസി വേസ്, എളുപ്പ വഴികൾ. ഞാൻ പറഞ്ഞ ഈസി വേസ് എന്ന് പറഞ്ഞാൽ എളുപ്പ വഴികൾ. There are a couple of things. Couple of things എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കാര്യങ്ങൾ. couple of things കുറച്ച് കാര്യങ്ങൾ. couple of days കുറച്ച് ദിവസങ്ങൾ. There are couple of days കുറച്ച് ദിവസങ്ങൾ. There are couple of things കുറച്ച് കാര്യങ്ങൾ. That can be useful. There are couple of things കുറച്ച് കാര്യങ്ങൾ that can be useful, ഉപകാരപ്പെടുന്നത്. There are couple of things that can be useful. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞ്, ഞാൻ ഈ മലയാളം പറയാം. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. I'll tell you a few things. മനസ്സിലാവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. മേക്ക് ഷുവർ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. I'll tell you 2 or 3, 2 or 3 easy ways
എളുപ്പ വഴികൾ പറഞ്ഞു തരാം. ഇനി എളുപ്പ വഴികൾ 1. ഫസ്റ്റ് തിങ് ഈസ് ഡോണ്ട് ബി അഫ്രൈഡ്. Don't hesitate while speaking. That's our problem. Fear comes unnecessarily. Am I right? Don't be afraid. Don't hesitate. പേടി വേണ്ട. Don't be afraid while speaking. സംസാരിക്കുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് don't be afraid. Don't hesitate while speaking. That's our problem. Fear comes unnecessarily. Fear ആവശ്യമില്ലാത്തടത്ത് പേടി കയറി വരുവാണ് അല്ലെ? ആവശ്യമില്ലാത്തടത്ത് പേടി കയറി വരികയാണ്. എന്താണ്? fear comes unnecessarily. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. കുറെ ഗ്രാമർ കേട്ടാലൊന്നും നമുക്ക് കിട്ടില്ല ഇംഗ്ലീഷ്. നമ്മൾ പറഞ്ഞ് തന്നെ പഠിക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് തിങ് എന്തായിരുന്നു? Don't be afraid while speaking. Next thing is, when we get a chance to speak in English, we must speak. When we get a chance to speak in English, must speak. നമ്മൾ സംസാരിക്കണം. എങ്ങനെയാണ്? അവസരം കിട്ടിയാൽ നമ്മൾ സംസാരിക്കണം. When we get a chance, അവസരം കിട്ടുമ്പോഴൊക്കെയും, when we get a chance to speak in English, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ we must speak. സംസാരിക്കണം. മസ്റ്റ് എന്തിനാ? നിർബന്ധമായും സംസാരിക്കണം. അപ്പൊ എങ്ങനെയാ പറയുക? When we get a chance to speak in English, we must speak. When we get a chance to speak in English, we must speak. നിർബന്ധമായി നമ്മൾ സംസാരിക്കണം. Don't stop talking. സംസാരം നിർത്തരുത്. Don't stop talking. സംസാരം നിർത്തരുത്. The third thing is, usually when we start talking in English, we begin to face grammar. Usually, we start talking in English, we begin to face grammar. What is the meaning? നിങ്ങൾ തന്നെ മീനിങ് പറയൂ. Usually, സാധാരണ, when we start talking in English, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, സ്റ്റാർട്ട് കഴിഞ്ഞ് talking. When we start talking in English, we begin, തുടങ്ങും. എന്ത് തുടങ്ങും? Begin to face grammar. നമ്മൾ ഗ്രാമറിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എങ്ങനെയാണ് പറയാ? When we begin to face grammar. No need for that. അതിന്റെ ആവശ്യമില്ല. No need for that. അതിന്റെ ആവശ്യമില്ല. No need for that. അതിന്റെ ആവശ്യമില്ല. Our grammar will gradually come right away as we speak. Our grammar will gradually come right away as we speak. എന്താണ്? നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മുടെ ഗ്രാമറും ഇംപ്രൂവ് ആയിട്ട് വരും. സെന്റൻസ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയണത്? ഒന്നും കൂടെ പറയൂ. യൂഷ്വലി when we start talking in English, we begin to face grammar. No need for that. ആവശ്യമേ ഇല്ല. Our grammar will gradually എന്താവും? Come right away as we speak. നമ്മൾ സംസാരിക്കുമ്പോൾ റൈറ്റ് വേയിൽ തന്നെ ഗ്രാമർ വരും. അല്ലാണ്ട് നമ്മൾ ഈ ഗ്രാമറിനെ ഫോക്കസ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. What was our first thing? Don't be afraid while speaking. What was our next thing? Second thing? When we get a chance to speak in English, must speak. Don't stop speaking. Third one is, what is third one? Okay, when
we start, don't bothered about grammar. That is correct. Don't bothered about grammar. Right? Last and final thing is, I have to teach my mind that I know English. Last and final thing, what? I have to teach my mind. I've to teach my mind. I have to teach my mind that I know English. I have to teach my mind. I know English. I've to teach my mind. എൻ്റെ മനസ്സിനെ ഞാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. എന്താണ്? I know English. I have to teach my mind that I know English. English അറിയാമെന്ന്. We should keep saying this our mind every day. We should keep saying this our mind. We should keep saying this mind every day. We should keep saying this mind every day. എന്താണ്? We should keep saying. പറഞ്ഞുകൊണ്ടേയിരിക്കണം, മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. Keep saying. We should keep saying. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്ത്? This our മൈൻഡിനോട് എല്ലാ ദിവസവും. എവരി ഡേ. വാട്ട്? എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന? ആൻസർ നിങ്ങൾ പറയൂ. ആൻസർ പറയൂ. I know English. I know English. ഇംഗ്ലീഷ് അറിയാമെന്ന്. One more thing is to try to listen English at least 5 minutes a day. At least 5 minutes a day. എന്താണ്? Last thing. What is last thing? To try to listen English at least 5 minutes a day. 5 minutes a day. ഒരു ദിവസം 5 മിനിറ്റ്. 5 minutes a day. ക്ലിയർ ആയോ? Then അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പറയണം. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പറഞ്ഞത്. ഇതിൽ കൂടുതൽ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമ്മൾ കുറെ സെന്റൻസുകൾ പറഞ്ഞു. അപ്പൊ ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ്. ലിസൺ ചെയ്യുക, പേടി വേണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ സെന്റൻസുകൾ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഇതിനകത്ത് അറിയത്തില്ലാത്ത വാക്കുകൾ, കപ്പിൾ ഓഫ് തിങ്സ് നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ച ഒരു ന്യൂ വേർഡാണ് കപ്പിൾ ഓഫ് തിങ്സ്. അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്തില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്ത് മനസ്സിലായി? ഇങ്ങനെ നിങ്ങൾക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഞാൻ വളരെ നിർത്തി എടുത്തു വെച്ചാണ് ഓരോ വാക്കുകളും പറഞ്ഞത്. അപ്പൊ നിങ്ങളും ഇതേപോലെ പറഞ്ഞു തുടങ്ങണം. കുറെ ഗ്രാമറോ കുറെ സെന്റൻസോ പഠിച്ചിട്ടായില്ല. സംസാരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതിൽ ഇംഗ്ലീഷ് തീരെ അറിയത്തില്ലാത്തവർക്കും മനസ്സിലായി കാണില്ല. അവർക്ക് വേണ്ടി ഞാനൊരു ഹോംവർക്ക് തരാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വേണ്ട ഫസ്റ്റ് തിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. സെക്കൻഡ് തിങ് എന്തായിരുന്നു? തേർഡ് തിങ്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ 3 കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്നാണ്. ഫസ്റ്റ് തിങ്, സെക്കൻഡ് തിങ്, തേർഡ് തിങ്. 3 കാര്യങ്ങൾ എന്തായിരുന്നു? വാട്ട് വാസ് ദാറ്റ് 3 things? റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നും കൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.